അഞ്ചരയ്ക്കുള്ള KSRTC ബസ്സിൽ പോകാനാണ് ഇത്തവണ ഉദ്ദേശിച്ചത്. സെൻട്രലായിട്ടാണ് അത് എഴുതി വെച്ചേക്കുന്നതെങ്കിലും കൊണ്ടുവന്ന് ഇടുന്നത് ഈ അറ്റത്താണ് കേട്ടോ. അപ്പോൾ മിക്കവരും അവിടെ പോയി നിൽക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്ക് മിക്കവാറും സീറ്റും തീർന്നു. 79 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്നറിയാമല്ലോ. അഞ്ചരയ്ക്ക് ബസ് എടുക്കത്തോളെങ്കിലും 5 മണിക്ക് ബസ് വരും. അപ്പം തന്നെ നിറയെ ആളായിട്ടുണ്ടാവും. ഞാൻ വെനസ്ഡേയിലും ആണ് പോയത്, എന്നിട്ട് പോലും ഫുൾ ആളായിരുന്നു. ഇതാണ് നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ്. ഇനി വിതുര ബസ് സ്റ്റാൻഡിലാണ് നിർത്തുന്നത്. ഇന്റർമീഡിയറ്റ് സ്റ്റോപ്പുകളുണ്ട്. ഇനി ഏത് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാലാണ് കൂടുതൽ വ്യൂ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഏകദേശം ഒരേ കൂട്ട് തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് വിതുരയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരിടത്ത് അവർ കഴിക്കാനായിട്ട് നിർത്തും. ഇനി അടുത്ത ബസ് സ്റ്റാൻഡ് വിതുരയാണ്. ഇതിന് മാത്രം KSRTC തിരക്കുണ്ടാവും എന്ന് കരുതുന്നവർ വരികയേ വേണ്ട. കാരണം മൺസൂൺ ആയതുകൊണ്ട് എല്ലാ ദിവസവും തിരക്കുണ്ടാവും. രാവിലത്തെ 5 മണിക്കത്തെ ബസ് തൊട്ട് വരെ ഭയങ്കര തിരക്കാണ്. ഇരിക്കാൻ പോലും സ്ഥലം കിട്ടില്ല. ദൂരെ കാണുന്ന വരയാടിമുട്ട ട്രക്കിങ്ങിനൊക്കെ നമ്മൾ പോകത്തില്ലേ, ആ ഒരു പോർഷൻസ് ആണ്. രാവിലത്തെ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ സൂര്യനൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ വരുന്ന ആ ഒരു അടിപൊളി ഒരു വ്യൂ കിട്ടത്തുള്ളൂ. പ്രൈവറ്റ് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 മണിക്ക് ശേഷം മാത്രമേ ആ ഒരു ചെക്ക് പോസ്റ്റ് ഗേറ്റ് തുറന്നു തരത്തുള്ളൂ. പക്ഷേ KSRTCയിൽ അങ്ങനെയല്ല, അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പാസ് ചെയ്യും. ഇനി കല്ലർ മീൻമുട്ടി ഇറങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ മാക്സിമം ഇറങ്ങാനായിട്ട് നോക്കുക. കാരണം പോകുമ്പോൾ നമ്മൾ പൊന്മുടിയിൽ മാക്സിമം കവർ ചെയ്തിട്ട് തിരിച്ചു വരിക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പോകാൻ നിന്ന് കഴിഞ്ഞാൽ പൊന്മുടി ഭയങ്കര തിരക്കാവും. ഇതാണ് കല്ലാറ്. പിന്നെ മൺസൂൺ ഇത് മിക്കവാറും ക്ലോസ്ഡ് ആയിരിക്കും. ഞാൻ പോയ സമയത്ത് ഇത് ക്ലോസ്ഡ് ആയിരുന്നു. ഒരു ടിപ്പ് പറഞ്ഞുതരാം. റൈറ്റ് സൈഡിൽ ഭിന്നശേഷിക്കാരുടെ സീറ്റ് ഉണ്ടാവും. അവിടെ കയറി ഇരിക്കുകയേ ചെയ്യരുത്. കാരണം എല്ലാ ദിവസവും പെർമനൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് എംപ്ലോയീസ് ഭിന്നശേഷിക്കാർ 2 പേരുണ്ട്. അപ്പോൾ നമ്മൾ വിതുരയിൽ നിന്ന് ഒരാളുണ്ട്, അതിന് മുമ്പായിട്ടുമുണ്ട്. അപ്പോൾ മണിക്കൂറുകളോളം പൊന്മുടി വരെ നിൽക്കേണ്ടി വരും. ടോട്ടൽ 22 ഹെയർ പിൻ ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി. ഗേറ്റ് എൻട്രൻസിൻ്റെ അടുത്ത് എത്താറായി. ഇത് പാലോട് ഡിവിഷൻ്റെ അണ്ടറിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ കൃത്യം 7:45 ആയപ്പോഴത്തേക്കാണ് വന്നത്. കുറച്ച് പേരൊക്കെ കണ്ടു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അവർക്ക് 8 മണി ആയതിനു ശേഷം മാത്രമേ കയറി പോകാൻ പറ്റൂ. ചിലടുത്ത് വരുമ്പോഴത്തേക്ക് പനോല പോലത്തെ മരം നിൽക്കുന്നത് കാണാം. അത് കാട്ടുകവുങ്ങ അല്ലെങ്കിൽ ഒലത്തി എന്ന് പറഞ്ഞൊരു മരമാണെന്നാണ് എൻ്റെ അടുത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞത്. കാണുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. കറക്റ്റ് പനോല പോലെ തന്നെ കഴിക്കാനായിട്ട് ആന വരും. അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കണ്ടില്ല, പക്ഷേ ബസ്സിലുള്ളവരെല്ലാം ആനയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റൊരു ടിപ്പ്, നിങ്ങൾ ഗേൾസ് ഗ്യാങ് ഒക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ജെൻസിൻ്റെ സീറ്റിൽ കയറി ഇരിക്കാതിരിക്കുക. കാരണം കുറച്ച് ലേഡീസ് അവിടെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടക്ടർ വന്നപ്പോൾ തന്നെ അവർക്ക് ഇരിക്കേണ്ടതെന്ന് ചോദിച്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് സീറ്റ് പിന്നെ കിട്ടിയില്ല. സോ നിങ്ങൾ ഫസ്റ്റ് തന്നെ റൈറ്റിൽ കയറി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ പിന്ന് ബെൻഡ് വരുന്നതിന് മുമ്പായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബെൻഡിങ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാനോറമിക് വ്യൂ പോലെ നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി കിട്ടും. വീഡിയോഗ്രാഫിയും എല്ലാം അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടാവും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ബെൻഡാണ്. അതുപോലെ എല്ലാ ഹെയർ പിന്ന് വരുന്ന സമയത്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം വൈഡായിട്ട് കിട്ടാൻ പറ്റും. 22 ഹെയർ പിൻ ടോട്ടൽ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് രാവിലെ വരുന്നവരാണെങ്കിൽ താഴേനെ മഞ്ഞൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് ഡിസപ്പോയിൻമെൻ്റ് ആവും. പക്ഷേ ഇതായിരിക്കും ആ ഒരു ക്ലൈമറ്റ്. ഇത് PWDയുടെ ഒരു ക്യാമ്പാണ് വരുന്നത്. ഇത് വരുവാണെന്നുണ്ടെങ്കിലും ഹെയർ പിൻ ഏരിയയിലും ഒന്നും അധികം മഞ്ഞുണ്ടാവില്ല. ഏറ്റവും ടോപ്പിൽ പോകുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് വേറൊരു വൈബ് ഫുള്ള്, നമ്മൾ ആ വന്ന ഒരു വൈബേ ഫുള്ള് മാറും. പിന്നെ ഇവിടെ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ കഴിയും. പിന്നെ ബോണക്കാടിലേക്ക് നമുക്ക് പോകാം. ബോണക്കാട് പോകുന്നത് മിക്കവാറും അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അല്ലാതെയും നമുക്ക് ബോണക്കാട് ഡയറക്റ്റ് ഇതേ ടൈമിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ബസ്സും അവൈലബിൾ ആണ്. ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ PWD ഗസ്റ്റ് ഹൗസ് സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ബാക്ക് സൈഡിൻ്റെ വ്യൂവും റീലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടും ഉണ്ടാവും. 8 മണി 8:30 നമ്മൾ ഫസ്റ്റ് ടോപ്പ് എത്തുവാണെന്നുണ്ടെങ്കിൽ പിന്നെ 10 മണിക്ക് 10:30 ബിറ്റ്വീൻ ആയിട്ടാണ് ഫസ്റ്റ് തന്നെ KSRTC തിരിച്ചുള്ളത് ആദ്യം വരുന്നത്. പിന്നെ 11 മണി 11:30 ആ ഒരു ടൈം നിങ്ങൾ അറേഞ്ച് ചെയ്ത് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ കല്ലാർ മീൻമുട്ടിയൊക്കെ കവർ ചെയ്ത് തിരിച്ചു വരാം. അല്ലെങ്കിൽ ബോണക്കാട് പോവാം. പക്ഷേ ബോണക്കാട് പോയി നിങ്ങൾ വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും KSRTC ആണെന്നുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് കോട ഇറങ്ങി വരും എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ കാണുന്നത്. മറ്റുള്ള ഹിൽ സ്റ്റേഷൻ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പൊന്മുടിയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തണുപ്പും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവും. അതായത് 25 ഡിഗ്രിക്കും എബോവ് ആയിട്ട് ടെമ്പറേച്ചർ പോകത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഡ്രൈവറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സിംഗിൾ സീറ്റ് വരുമല്ലോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സീറ്റ് അതായിരിക്കും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മാക്സിമം അവിടെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം മുകളിലൊക്കെ എത്തുമ്പോഴത്തേക്ക് പ്രദേശവാസികളൊക്കെ ഒരുപാട് പേര് കയറും, കൂടുതൽ വരും. മുകളിൽ മാത്രമല്ല താഴെ നിന്നും കുറേ ആൾക്കാരൊക്കെ അവിടോട്ടായിരിക്കും ഇങ്ങനെ തിങ്ങി നിറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് അത്ര ഒരു പ്രൈവസി കിട്ടില്ല, എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ക്യാമറ മൂവ് ചെയ്യും, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. ദെൻ ഈ കാണുന്ന ഈ ഒരു ബോർഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പാക്കേജ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. നമ്മൾ കുറേ വരയടക്കം നിൽക്കുന്ന ഒരു പ്രതിമ കണ്ടിട്ടുണ്ടാവും. ഇത് ഈ ഒരു കഫേയിൽ, അതായത് ഇവിടെ പൊന്മുടിയിലെ ആ ഒരു കഫേയിലോട്ട് ഇറങ്ങുന്നിടത്തോട്ടാണ്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ. ഞാനായിരുന്നു ഫസ്റ്റത്തെ ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നത്. 40 രൂപയാണ് വരുന്നത്. ഇത് 5:30 വരുന്ന ഒരു ബസ് മാത്രം ഇവിടെയായിരിക്കും നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരേണ്ടി വരും. ആളുകളെ എല്ലാം ഇറക്കിയിട്ട് കോടയിലൂടെ തിരിച്ചു പോകുന്ന KSRTC ബസ്സിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കാണുന്നത്. ഇതിൽ തന്നെ നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്ത് ഓടി വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലൊന്നും ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാം, നല്ല രീതിയിൽ ആസ്വദിക്കാം. ഒറ്റയ്ക്ക് വന്നുകൊണ്ട് 40 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ആദ്യം തന്നെ വന്നു. ബാക്കിയുള്ളവർ ഒരുപാട് പേര് ഗ്യാങ്ങായിട്ട് വന്നതുകൊണ്ട് അവരൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടെന്നുണ്ടെങ്കിൽ മഴ ഉണ്ടാവാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോട ഉണ്ടാവും. മാക്സിമം രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോട കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് മൺസൂണിൽ വരുവാണെന്നുണ്ടെങ്കിൽ കോടയേക്കാൾ
കോട്ട് എടുത്ത് വെക്കാനായിട്ട് മറക്കുകയും ചെയ്യരുത്. വരുന്നവരിൽ മിക്ക ആൾക്കാരും മറന്നു പോയിട്ട് പിന്നെ നനയുന്നുണ്ടായിരുന്നു. സോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾ മാക്സിമം മറക്കരുത്. പ്രൈവറ്റ് വെഹിക്കിളിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മഴ ഫുള്ള് നനഞ്ഞിട്ടൊക്കെ പോകുന്നത് രസമാണ്. പക്ഷേ KSRTCയിൽ വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ കോട്ട് എടുത്ത് വെക്കാൻ മറക്കാതിരിക്കുക. അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ കോട ഒന്നും കൂടെ അങ്ങോട്ട് കൂടും. നെടുമങ്ങാടും ആ താഴെ പ്രദേശത്തും ഒക്കെ ആയിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലൈമറ്റ് ഫുള്ളി ചേഞ്ച് ആണ്. മുമ്പ് പറഞ്ഞ പോലെ കുറേ ട്രക്കിങ് അതിൻ്റെ പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ കാണുന്നത്. നമുക്ക് 3 ഡയറക്ഷനിലോട്ടാണ് ഇവിടെ നിന്ന് പ്രധാനമായിട്ട് പോകാൻ പറ്റുന്നത്. ഒന്ന് ടവറിൻ്റെ ഏരിയയിലേക്ക്, പിന്നെ ഈ കാണുന്ന ഒരു ഡയറക്ഷൻ, പിന്നെ പാറയുടെ മുകളിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ അത് കിടപ്പുണ്ട്. ഇന്നൊന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങാൻ പറ്റും, പിന്നെ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് കയറാനും പറ്റും. വരുന്നവർ ഭൂരിഭാഗം പേരും അങ്ങോട്ട് പോകാറില്ല. പക്ഷേ ഇപ്പം കോടയായതുകൊണ്ട് കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ നിൽക്കുന്നിടത്ത് എവിടെയോ വെള്ളച്ചാട്ടം ഉണ്ട്. താഴെ ഇങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് കേൾക്കാം. പക്ഷേ നമ്മൾ ഒരു ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് അതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ ഈ കാണിച്ച ഒരു ഹട്ടിൻ്റെ വെയിറ്റിംഗ് ഏരിയ ഒക്കെ കാണിച്ചല്ലോ, അവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് മുകളിലോട്ട് കയറി പോകാനായിട്ട് പറ്റും. ഇവിടേക്കും കുറേ അധികം ആൾക്കാരൊന്നും വരത്തില്ല. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടവറിലോ അല്ലെ ആ ഒരു ഹട്ട് ഏരിയ അല്ലെങ്കിൽ പാറയുടെ മുകളിൽ ആ സൈഡിലായിട്ടേ വരത്തുള്ളൂ. പക്ഷേ ഇവിടെ നിന്നും നമുക്ക് പല ഡയറക്ഷനിൽ താഴോട്ടും സൈഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അധികം വ്യൂ ഉണ്ട്. ഇനി കുറച്ച് നേരം കോടയും തണുപ്പും കാറ്റും നേച്ചറിൻ്റെ ഈ ഒരു സൗണ്ടും നിങ്ങളും കൂടെ കേട്ടു നോക്കൂ. നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു കൂട്ടാൻ അതിരാവിലെ തന്നെ ഇവിടെ വന്ന് ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു കുറേ നേരം ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടൊന്ന് റിലാക്സ് ആവും. ഇത്ര പീസ്ഫുള്ളാണ് രാവിലെ വന്നാൽ മാത്രം. അതുകൊണ്ട് തന്നെ പതിയെ ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ നീങ്ങുമ്പോൾ ഉള്ള അതിന് ചുറ്റും ഒരു 360 ഡിഗ്രിയിൽ നമുക്കിങ്ങനെ 360 ആയിട്ട് കാണാൻ കഴിയത്തില്ല. പക്ഷേ 180 ഡിഗ്രി എന്ന് മേ ബി പറയാം. അവിടെ നിന്നിട്ട് അടുത്തടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഈ കോട മാറിക്കഴിയുമ്പോഴത്തേക്കും മലയും മരങ്ങളും ഒക്കെ തെളിഞ്ഞു കാണുന്നത് കണ്ടോ. അവിടെ നിന്ന് അഗൈൻ ഞാൻ ടോപ്പിൽ വന്ന് നിന്നിട്ട് നമ്മൾ ദൂരെയുള്ള ആ ഒരു ടവർ ഉണ്ടല്ലോ പൊന്മുടിയിലെ ആ ഫേമസ് ആയിട്ടുള്ള ആ ടവർ ഞാൻ കാണിച്ചു തരാം. ദേ അങ്ങ് കാണാം. വെസ്റ്റേൺ ഗാർഡ്സിലെ ഒരുപാട് സ്പീഷീസ് നമ്മുടെ കേരളം സൈഡിൽ നിന്നുള്ള വെസ്റ്റേൺ ഗാർഡ്സ് കർണാടക പലയിടത്തായിട്ടാണല്ലോ കിടക്കുന്നത്. അതിനകത്ത് നമ്മളുടെ കേരളത്തിൽ നിന്ന് പൊന്മുടിയിൽ റീജിയൻ പൊന്മുടിയുടെ ആ ഒരു സൈഡിൽ നിന്നാണ് ഒരുപാട് സ്പീഷീസ് ബേർഡ്സ് കാര്യങ്ങളെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഏരിയയൊക്കെ വരുമ്പോഴത്തേക്കായിരിക്കും കാണുന്നത്. ഇവിടെ ആയിട്ടൊന്നിനെയും കാണുമോ എന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ഒരു റെയർ ആയിട്ടുള്ള ബട്ടർഫ്ലൈയോ കാര്യങ്ങളോ വല്ലതും കാണാമായിരിക്കും. പക്ഷെ ഞാനൊന്നിനെ ഇതുവരെ സ്പോട്ട് ചെയ്തില്ല. ഈ നിൽക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹട്ടിൻ്റെ താഴോട്ട് പോയി ചെറിയൊരു കുന്നിൻ്റെ മുകളിലോട്ട് കയറുമെന്ന്. അവിടെയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. കുറച്ച് കോളേജ് സ്റ്റുഡൻസ് ഗേൾസ് ഗ്യാങ് ആയിട്ടൊക്കെ വന്നവരെയൊക്കെ കാണാം. പിന്നെ അല്ലാതെയും കുറച്ച് ഗ്യാങ്ങുകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽക്കുന്ന കാണാം. ഭയങ്കര കോടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഭയങ്കര റിസ്ക് ആണ്. കാരണം നമുക്കൊന്നും താഴോട്ട് കാണാൻ പറ്റത്തില്ല. താഴോട്ട് ഒന്നും ഇല്ല, ജസ്റ്റ് ഇതേ കൂട്ട് പുൽത്തകടിയാണ് ഈ ഒരു ഏരിയ മാത്രം. എങ്കിലും കുറച്ച് റിസ്ക് ആണ് ഒറ്റയ്ക്ക് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നത്. ആൺകുട്ടികൾ ഗ്യാങ് ആയിട്ട് വന്നിട്ടുള്ളവർ ഇവിടെ നിന്നുകൊണ്ട് പാടുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് അവിടെ കുറച്ച് ഗ്യാങ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പാട്ട് കേൾപ്പിക്കുകയാണ്. അവർ റിപ്ലൈ ചെയ്യുന്നതാണ് കാണുന്നത്. ഇതിനും ഭയങ്കര കോടയായിരുന്നു. കോട കുറച്ചൊന്ന് കുറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെയും നല്ല രീതിയിൽ ക്ലിയർ ആയി വന്നു. ഫാമിലിയും കാര്യങ്ങളും എല്ലാം മുകളിലുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുക അവിടെ താഴെ നമ്മൾക്ക് സേഫ് ആണോ പോകാൻ, ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ സേഫ്റ്റിയും കൂടെ നോക്കിയതിന് ശേഷം വേണം ഏതൊരു സ്ഥലത്തോട്ടും പോകാൻ. ആ ഒരു പാറയുടെ ഫുൾ വ്യൂ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കിടപ്പുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇനി നമ്മളുടെ ടവറിൻ്റെ ടോപ്പിലോട്ട് പോകുന്ന ഏരിയയിലോട്ട് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ടിട്ട് മുകളിലോട്ട് പോകുന്ന ഒരു വീഡിയോ എടുത്ത് തരാമോ എന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരി എനിക്ക് എടുത്തു തന്നെയാണ്. ഒരു എക്സ്പീരിയൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ പൊന്മുടിയിൽ സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കുറേ പേരൊക്കെ പറയുന്നേക്കാം അത്ര ഫ്രണ്ട്ലി ഒന്നും അല്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കമൻസിലൊക്കെ പലരുടെയും. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഫ്രണ്ട്ലി, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടാണ് അവിടുത്തെ സ്റ്റാഫിനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുമാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കാണുന്ന കൂട്ട് ഒരു ഹെവി ബാഗൊന്നും ഇട്ടുകൊണ്ട് വരാതിരിക്കുക. ഞാൻ കുറച്ച് ദിവസത്തെ ഒരു ട്രിപ്പിനായിട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും ഹെവി ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ടവറിൻ്റെ അടുത്തോട്ട് കയറാൻ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു. മഴ നന്നായിട്ട് കുറഞ്ഞതിന് ശേഷമുള്ള ചെറിയ കുറച്ച് ക്ലിപ്സ് മാത്രമാണ് ഈ കാണുന്നത്. അത്ര ഇൻറ്റൻസിറ്റിയുള്ള ഒരു മഴയായിരുന്നു അത്. ഇവിടെ പോകുന്നത് സേഫ് ആണോ എന്ന് പോലും ഞാൻ ആലോചിച്ചു. ഇപ്പോൾ താഴെ വരുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് മുകളിൽ ആൾക്കാരൊക്കെ ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവരെത്തിയിട്ട് ഇനിയിപ്പോൾ മുകളിൽ കയറിയില്ലെങ്കിൽ എങ്ങനെയാണെന്ന് കയറി ആ ഒരു വൈബ് നിങ്ങളും ആസ്വദിച്ചോളൂ.
വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ക്ലൈമറ്റ് ഞാൻ ഫസ്റ്റ് ആയിരുന്നു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ കൂട്ടുകാർ പഠിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് പറയുമായിരുന്നു അവിടെ ഭയങ്കര കാറ്റ് വരുന്ന സമയത്ത് നമ്മൾ എടുത്തുകൊണ്ട് പോകും നമ്മൾ എവിടെയെങ്കിലും പിടിച്ച് നിന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ ഒരിക്കലും എന്താ ചുഴലിക്കാറ്റോ അത്രയൊന്നും ഉണ്ടാവത്തില്ല, വെറുതെ പറയുന്നേ ആവുമെന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും കോയമ്പത്തൂർ പോയ സമയത്ത് ആ ഒരു ആടിക്കാറ്റ് ആ ടൈമിൽ പോയ സമയത്ത് എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തു. ആ ഒരു സെയിം സംഭവം തന്നെയായിരുന്നു ഇവിടെയും. ആദ്യം പറഞ്ഞ പോലെ ആ ഭയങ്കര കാറ്റും ഭയങ്കര മഴയും പെയ്ത സമയത്ത് എനിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്കൊരു ബാലൻസ് കിട്ടത്തില്ല. അവിടെ എല്ലാവരും കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ താഴോട്ട് കുറേ പേര് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അത്ര നമുക്ക് ബാലൻസ് കിട്ടത്തേ ഇല്ല കാറ്റ് വരുമ്പോൾ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ചു കൂട്ട് തന്നെ കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് അവിടെ ഇരുന്നു കുറേ നേരം. വരയാടുമുട്ട ട്രക്കിങ്ങിന് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ ഒരു റീജിയൻ, ഈ ഒരു മലയുടെ ഏരിയയിലൂടെയൊക്കെയാണ് പോകുന്നത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്, ഞാൻ അടുത്ത എൻഡിൽ കാണിക്കാം വീഡിയോയുടെ. ബ്രഹ്മൂർ എസ്റ്റേറ്റ് ഏരിയ ആൻഡ് പാലോട് റീജിയൻ ഒക്കെയാണ് കാണുന്നതെന്നാണ് ആ റീജിയൻ കാണുന്നതെന്നാണ് അറിയുന്നത്. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള കൂട്ട് മുകളിലോട്ട് ടവറിൽ നമുക്ക് അലൗഡ് അല്ല കേട്ടോ. മെയിനായിട്ട് കുറച്ച് ട്രക്കിംഗ് സ്പോട്ടുകളുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന സമയത്ത് ഞാൻ പുള്ളിയെ പിടിച്ച് നിർത്തിയിട്ട് കുറേ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചക്ക നിൽക്കുന്നതിനുള്ള മണച്ചാല അത് ട്രക്കിംഗ് സ്പോട്ടാ. അപ്പൊ 3 എണ്ണമായില്ലേ, ഇനി ഒരെണ്ണം കൂടി ഇല്ലേ? സീതാതീർത്ഥം. ഇതെന്ന് പറയുമ്പോ ഈ ചെറുതാണോ അതോ അപ്പുറത്തത്? ആ മണ്ട കാണുന്ന ടൂപ്പ് കാണും അല്ലേ? ആ ചെറിയതല്ലേ? ആ ക്ഷേത്രം പോലെ. ആ നമുക്ക് ഇവിടെ നിന്നിട്ട് ആ ക്ഷേത്രം ഒന്നും കാണാൻ പറ്റത്തില്ല. ആ ആ ആ ആ ആ 4.5 കിലോമീറ്റർ. അതാണ് സൂചിമല. കയറും. വാട്ടർഫാൾ ഉണ്ടല്ലോ അവിടെ, വെള്ളച്ചാട്ടം ഇല്ലേ കല്ലാറ്, ആ മീൻമുട്ടി, ആ ആ ആ അവിടെത്തും. അതായത് ഈ കയറുന്നത് നമ്മള് വാട്ടർഫാള് എന്തുവാ വെള്ളച്ചാട്ടത്തിൽ ചെല്ലാം തിരിച്ച്. ഞാൻ 11:30 റേഞ്ചിലുള്ള ബസ്സിലാണ് കേട്ടോ തിരിച്ചു വന്നത്. കണ്ടോ, അതിൽ കയറുവാണെന്നുണ്ടെങ്കിൽ ഒട്ടും ആളുണ്ടാവത്തില്ല. പക്ഷേ ഉച്ചയ്ക്ക് 1 മണി 1:30 റേഞ്ചിലൊരു ബസ്സുണ്ട്, അതിൽ നല്ല തിരക്കായിരിക്കും. 11:30ക്ക് അത്യാവശ്യം നിങ്ങൾ രാവിലെ 8 മണിക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടു പോകാനായിട്ട് ഈ ഒരു ബസ്സിനകത്ത് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. മുകളിൽ നിന്ന് കാണിച്ചില്ലേ ബ്രഹ്മൂറിൻ്റെ ആ ഒരു റീജിയൻ ആണെന്ന് പറഞ്ഞിട്ട്, അതാണ് നമ്മളിങ്ങനെ കറങ്ങി വന്ന് ഈ കാണുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം 11:30 ആകുമ്പോഴത്തേക്ക് ആൾക്കാർ നല്ല രീതിയിൽ വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതിലും കൂടുതലായിരിക്കും. അപ്പോഴത്തേക്ക് അവിടുത്തെ ആ ഒരു വൈബും നമുക്ക് ആ ഒരു ഭയങ്കര നോയ്സ് ആയിരിക്കും, ഭയങ്കര ആൾക്കാരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ കാണിച്ച കൂട്ട് ഉള്ള ആ ഒരു ശാന്തതയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. സോ മാക്സിമം ഈ ഒരു ഇത്രയും മോർണിംഗിൽ വരാൻ നോക്കുക. വരയാടുമുട്ടയാണ് ആ കാണുന്നത്, വരയാടുമുട്ടയിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് മസ്റ്റായിട്ട് ഒരു ദിവസം എന്തായാലും ട്രക്കിങ്ങിന് വരയാടുമുട്ടയെല്ലാം ട്രക്കിങ്ങിനായിട്ട് വരുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ പൊന്മുടി വരാൻ നേരത്ത് ഓപ്പൺ ആണോ എന്ന് കൂടി തിരക്കിയിട്ട് വരാനായിട്ട് മസ്റ്റായിട്ട് നോക്കുക. പിന്നെ ഇത് കല്ലാർ പുഴയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.